പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ബൈബിൾ സ്റ്റഡി നമുക്ക് ആരംഭിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന അപ്പം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടത ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക മർത്തമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, നീണ്ടൊരു കാലയളവിന് ശേഷമാണല്ലോ നമ്മൾ വീണ്ടും ഈ ഗൂഗിൾ പ്ലാറ്റ്ഫോമിലൂടെ ദൈവത്തിന്റെ വചനം പഠിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഒക്കെയായി ഇപ്പോൾ നമ്മളായിരിക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യം നമുക്ക് അനുവദിച്ചു തരുന്ന ദൈവത്തെ നന്ദിയോടുകൂടിയ സമയത്ത് ഓർക്കാം. നമ്മൾ നിർത്തിയത് 28-ാം സങ്കീർത്തനത്തിലായിരുന്നല്ലോ നിർത്തിയിരുന്നത്. കേൾക്കുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? 29-ാമത്തെ സങ്കീർത്തനം മുതൽ 31-ാം സങ്കീർത്തനം വരെയാണ് ഇന്ന് അല്പസമയം ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും പഠിക്കുവാനും ഒക്കെ പ്രത്യേകമായിട്ട് ഈ സമയത്ത് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. 29-ാമത്തെ സങ്കീർത്തനം, അതിന്റെ ആരംഭ വാക്യം ഇങ്ങനെയാണ്: ദൈവപുത്രന്മാരെ, യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ, യഹോവയ്ക്ക് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുപ്പീൻ, വിശുദ്ധ അലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ. ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ എങ്ങനെയാണ്? ഇത് ദാവീദിന്റെ ഒരു സങ്കീർത്തനം എന്ന തലക്കെട്ടോടുകൂടെയാണ് നമ്മൾ ഈ സങ്കീർത്തനം പരിചയപ്പെടുന്നത്. ദാവീദ് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ദൈവപുത്രന്മാരെ, യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ, യഹോവയ്ക്ക് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുപ്പീൻ, വിശുദ്ധ അലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ. രണ്ട് തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വേദപണ്ഡിതന്മാരുടെ ഇടയിൽ ഉണ്ട്. ഒന്ന്, ദാവീദ് ഇത് ദൈവത്തിന്റെ ദൂതന്മാരോട് പറയുന്നതായിട്ട് ക്രമീകരിക്കുന്ന ഒരു ഇത്, അതായത് മാലാഖമാരോട്, ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പിൻ. എന്താണ്? ദൈവത്തിന് സ്തുതിയും ആരാധനയും മഹത്വവും പുകഴ്ചയും കൊടുക്കാൻ ദാവീദ് മാലാഖമാരോട് അഭ്യർത്ഥിക്കുന്നതിനായിട്ട് ഉപമിക്കുന്നുണ്ട്. രണ്ടാമത്, ഇത് പുരോഹിതന്മാരോട്, ഇസ്രായേലിലെ ആദ്യ കാലഘട്ടത്തിലെ പൗരോഹിത്യത്തിലുള്ള ലേവി ഗോത്രത്തോട് പറയുന്നതായിട്ടും വേദപണ്ഡിതന്മാര് ഇതിനെ രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഒന്നാമത്തെ നമുക്കറിയാം, മാലാഖമാരുടെ സ്തുതിപ്പ് ഉള്ള സ്തുതിപ്പ് പോലും നമ്മുടെ ആരാധനകളിൽ ഉണ്ട്, ഇല്ലേ? അത്യുന്നതങ്ങളിൽ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ ബലഹീനരും മൺമേരുമായ ഞങ്ങളും സ്തുതിച്ച് പറയുന്നു. അപ്പൊ അങ്ങനെ ഒരു ആഹ്വാനം സഭയിലും പലയിടങ്ങളിലും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ ഒരു ആഹ്വാനമാണിതെന്ന് പറയുന്നു. രണ്ടാമത്, ദൈവത്തിന്റെ പൗരോഹിത്യ ഗണത്തോട് ദാവീദ് നടത്തുന്ന ആഹ്വാനമായിട്ടും അതിനെ സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ പറയുന്നുണ്ട്, വിശുദ്ധ അലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പിൻ. അതായത് പൗരോഹിത്യ ശ്രേണിയിലുള്ളവർക്ക് ലഭിച്ചിരിക്കുന്ന അവരുടെ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ, ദേവാലയത്തിൽ ദൈവത്തെ ആരാധിക്കുന്നതിനെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതത്തിനും വേണ്ടേ? മാലാഖമാരും അതേപോലെ തന്നെ പുരോഹിതന്മാരും മാത്രം ദൈവത്തെ സ്തുതിച്ചാൽ മതിയോ? അല്ല, മറിച്ച് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത്, എല്ലാ അനുഭവങ്ങളെയും ഓർത്ത്, അത് നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും എല്ലാത്തിനെയും ഓർത്ത് ദൈവത്തെ നന്ദി പറയാനും ദൈവത്തെ സ്തുതിക്കുവാനും ഒക്കെ പ്രത്യേകമായിട്ട് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന്
പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. റോമർ എന്നെടുക്കാമോ? റോമർ 1-ാം അധ്യായം എടുക്കാമോ? പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം എടുത്തേ. 1-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കാമോ? റോമർ 1-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായി പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. ഇത് വായിച്ചിട്ട് വല്ലതും മനസ്സിലായോ? അതായത് ദൈവത്തിന് മഹത്വം കൊടുക്കാതിരുന്നത് കൊണ്ട് ഒരു കൂട്ടം ആളുകൾക്ക് സംഭവിച്ച അപകടത്തെയാണ് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതായത് 21-ാമത്തെ വാക്യം എങ്ങനെയാണ്? അവർ ദൈവത്തെ അറിഞ്ഞിട്ടും, അതായത് അറിയാതെയല്ല, ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ, അതായത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയോ പുകഴ്ത്തുകയോ സ്തുതിക്കുകയോ ചെയ്യാതെ, അതോടൊപ്പം തന്നെ നന്ദി കാണിക്കാതെയോ ചെയ്യാതെ, അതായത് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞത പ്രകടിപ്പിക്കാതെയും അവര് ജീവിതം മുന്നോട്ട് നയിച്ചപ്പോ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അതായത് അവരുടെ ചിന്തകളെല്ലാം വ്യർത്ഥമായി തീർന്നു. ഇതാണ് ഒന്നാമത് നമുക്ക് പറ്റുന്ന അപകടം. അതായത് ദൈവത്തെ മഹത്വപ്പെടുത്താതെ, ദൈവത്തെ സ്തുതിക്കാതെ, ദൈവത്തിന് നന്ദി അർപ്പിക്കാതെ മുന്നോട്ട് പോയാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ചിന്തകൾ എന്തായി തീരും? വ്യർത്ഥമായി തീരുമെന്ന് എഴുതി വെക്കുക. വേദപുസ്തകത്തിൽ തന്നെ ദാവീദ് ഒരിക്കൽ പ്രാർത്ഥിക്കുന്നുണ്ട്: ദൈവമേ, അവരുടെ ചിന്തകൾ വ്യർത്ഥമാക്കി കളയണം. ഇസ്രായേലിനെതിരെ പോരാടാനായിട്ട് കടന്നു വരുന്ന ശത്രു രാജ്യങ്ങളിലെ രാജാക്കന്മാർക്കെതിരെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നതാണ് ദൈവത്തോട്. ഒറ്റ പ്രാർത്ഥനയുള്ളൂ: ദൈവമേ, അവരുടെ ചിന്തകളെ വ്യർത്ഥമാക്കി കളയണമേ. അവസാനം പരസ്പരം അവര് പോരടിച്ച് അവിടുന്ന് പരാജിതരായിട്ട് മടങ്ങിപ്പോകുന്നതിനെ പറ്റി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വ്യർത്ഥമായ ചിന്തകൾ കടന്നു വരും. ബന്ധമില്ലാതെ, ദൈവത്തെ സ്തുതിക്കാതെ, ദൈവത്തിന് നന്ദി അർപ്പിക്കാതെ കടന്നുപോയാൽ അങ്ങനെ ഒരു സാധ്യത ഇവിടെ നമ്മുടെ ഉള്ളിൽ വരാനായിട്ട് സാധ്യതയുണ്ട്. പിന്നീട് പറയണം, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ഹൃദയത്തിൽ പിന്നെ എന്തില്ല? വെളിച്ചമില്ല. വെളിച്ചം, ഇരുള് എന്താണെന്ന് നമുക്കറിയാലോ, ഇല്ലേ? എന്താണ് വെളിച്ചം? ലോകത്തിന്റെ വെളിച്ചം ഞാനാണെന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആരാണ്? യേശു ക്രിസ്തു. അങ്ങനെയെങ്കിൽ ലോകത്തിലെ ഇരുട്ടെന്താണ്? അത് സാത്താനാണ്, ഇല്ലേ? ഹൃദയം ഇരുണ്ടുപോയി എന്ന് പറഞ്ഞാൽ അന്ത്യത്താഴ വിരുന്നിന്റെ സമയത്ത് യൂദാസിന് നേരെ യേശു തന്റെ ശരീര രക്തങ്ങൾ നീട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് എഴുതി വെച്ചിരിക്കുന്നത്? സാത്താൻ അവന്റെ ഹൃദയത്തിൽ പ്രവേശിച്ചു എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇരുട്ട് കയറുവാനായിട്ട് സാധ്യതയുണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്താതെ, ദൈവത്തോട് ചേർന്ന് ജീവിക്കാതെ, ദൈവത്തിന് നന്ദി അർപ്പിക്കാതെ മുന്നോട്ട് പോയാൽ അതിനൊരു സാധ്യതയുണ്ടെന്ന് വചനം പഠിപ്പിക്കുകയാണ്. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ടവർ മൂഢന്മാരായി പോയി. അതായത് ജ്ഞാനികൾ എന്നൊക്കെ ഹൃദയത്തിൽ വിചാരിച്ചു, പക്ഷെ ചെയ്ത പ്രവർത്തികളെല്ലാം തകർന്ന തരിപ്പണമായി സമൂഹം മുഴുവനും കളിയാക്കുന്ന വിധത്തിൽ എന്തായി തീരുകയാണ്? മൂഢരായി അവര് മാറ്റപ്പെടുകയാണ്. ഇതേ ഒരു വാക്യം ഒരു സങ്കീർത്തനത്തിലുണ്ട്: ദൈവമില്ല എന്ന് ആരാണ് അവരുടെ ഹൃദയത്തിൽ പറയുന്നത്? മൂഢൻ തന്റെ ഹൃദയത്തിൽ
പറയുന്നു. അപ്പൊ ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് മഹത്വം കൊടുത്തില്ലെങ്കിൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ചിന്തകൾ, നിരൂപണങ്ങൾ വ്യർത്ഥമായി തീരും. അതായത് നമ്മുടെ പദ്ധതികൾ, നിരൂപണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും, പക്ഷെ ആ പ്ലാനും പദ്ധതിയും എല്ലാം തകർന്നടിയുന്നത് നമുക്ക് തന്നെ കാണുവാൻ സാധിക്കും. രണ്ടാമത്, ഹൃദയത്തിൽ ഇരുട്ട് കയറി എന്ന് പറഞ്ഞാൽ സാത്താൻ നമ്മുടെ ജീവിതങ്ങളെ ബാധിക്കുന്നത് നമുക്ക് തന്നെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. സാത്താൻ എന്തിനാ വരുന്നതെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അവൻ വരുന്നത് നശിപ്പിക്കാനും മോഷ്ടിക്കാനും കൊല്ലുവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ യേശു എന്തിനാ വരുന്നതെന്ന് പറയുന്നുണ്ട്, ജീവൻ നൽകാനും അത് സമൃദ്ധിയായിട്ട് തരാനുമാണെന്ന് യേശു തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് അന്ധകാരം കയറിക്കഴിഞ്ഞാൽ നാശം, തകർച്ച ജീവിതത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് പറയുകയാണ്, ജ്ഞാനികൾ എന്ന് പറഞ്ഞവർ മൂഢരായി തീർന്നു. മൂഢരായി സമൂഹത്തിൽ മുദ്രകുത്തപ്പെടാനും അല്ലെങ്കിൽ ദൈവത്തിന്റെ കണ്ണിൽ അങ്ങനെ ആയി തീരുവാനും ഇടയായി തീരും. അതുകൊണ്ട് ആ ഒരു കാര്യം സംഭവിക്കാതിരിക്കാൻ ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനും ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃതജ്ഞത അർപ്പിക്കുവാനും മറന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമേ. പിന്നീട് പറയുകയാണ്, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ. അതായത് നമുക്കറിയാം, ക്ഷയമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മരണമുള്ള മനുഷ്യൻ. അപ്പൊ പലരും പല മനുഷ്യരെയും ഒരു ദൈവമാണെന്ന് പറയുന്നുണ്ട്, അല്ലെ? എത്രയോ വർഷങ്ങൾക്കായിട്ട് ഈ കാലഘട്ടത്തിലും ദൈവമായിട്ടൊക്കെ കാണുകയും ആരാധിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവത്തിന് പകരം മനുഷ്യരെ, ചില വ്യക്തികളെ, അത് പറയുന്നുണ്ട്. അതിനുശേഷം പറയുകയാണ്, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യത്തിൽ മാറ്റിക്കളഞ്ഞു. ദൈവത്തിന് പകരം ഇപ്പോ ഇസ്രായേൽ ജനം സീനായി മലയിൽ മോശ കയറിപ്പോയതിനു ശേഷം കുറച്ചുനാൾ വൈകിയപ്പോ അവരെന്ത് ചെയ്തേ? അവര് ഈജിപ്തിൽ അവരാരാധിച്ചു കൊണ്ടിരുന്ന കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുക്കാൻ അഹറോനോട് പറഞ്ഞു. അഹറോൻ അത് ഉണ്ടാക്കി കൊടുത്തു. അവര് അതിനെ ആരാധിച്ചു. ഇപ്പൊ കണ്ടോ എത്ര പെട്ടെന്നാണ് വ്യത്യാസം ഉണ്ടാകുന്ന നോക്കി. സീനായി മലയിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട ജനമാണ് ആര്? ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചവരാണ് ഈ ജനം. പക്ഷെ അവർ വളരെ പെട്ടെന്ന് തന്നെ ഈജിപ്തിന്റെ അടിമത്വത്തിലായിരുന്നപ്പോൾ അവർ ആരാധിച്ചു കൊണ്ടിരുന്ന കാളയെ ആരാധിക്കുവാൻ വേണ്ടി അവരുടെ ജീവിതങ്ങളെ സമർപ്പിക്കുകയാണ്. അതിന്റെ തകർച്ചയെല്ലാം പിന്നീട് നമ്മൾ തന്നെ അതിനുശേഷം കണ്ടെത്തുന്നുണ്ട്. വലിയ ദൈവകോപമൊക്കെ ആ സമൂഹത്തിന്റെ മധ്യേ ഇറങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം പറയുന്ന 24-ാമത്തെ വാക്യം, അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവം ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ദൈവം എത്ര ക്രൂരനാണോ? ദൈവം ഏൽപ്പിച്ചു എന്നാണോ? ദൈവം തരുന്ന മുന്നറിയിപ്പ് സ്വീകരിക്കാതെ യൂദാ യേശുവിനെ ഒറ്റിക്കൊടുത്തു. ആരാണ് സാത്താൻ ഏൽപ്പിച്ചു കൊടുത്തത്? തന്നെ യൂദാസ് ആണ്. അതേപോലെ തന്നെ ദൈവത്തിന് മഹത്വം കൊടുത്തില്ലെങ്കിൽ, അതായത് തങ്ങളുടെ ഹൃദയത്തിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ താഴത്തേക്ക് വായിക്കുമ്പോൾ കണ്ടെത്താൻ സാധിക്കും, സ്വവർഗമോഹം എന്ന ഒരു തിന്മയിലേക്ക് ജനം വഴുതി വീഴാനുള്ള കാരണം, ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? വിഗ്രഹാരാധനയാണ്. വിഗ്രഹാരാധനയിലേക്ക് പോയാൽ അത് വലിയ തിന്മകളിലേക്ക് നമ്മളെ നയിക്കുമെന്ന് വചനം പഠിപ്പിക്കുന്നത്. വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒന്ന് പഴയ നിയമത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഒരു വിഗ്രഹം ഉണ്ടാക്കി അതിനെ ആരാധിക്കരുത്. അതായത് നമുക്കറിയാം ഇപ്പോഴും നമ്മുടെ ഈ കാലയളവിലും വിഗ്രഹാരാധന നടക്കുന്നുണ്ട്. ആ വിഗ്രഹാരാധനയോടൊപ്പം തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോ ഹൃദയത്തിലെ വിഗ്രഹാരാധന എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് നമ്മള് കർത്താവ് 10 കൽപ്പനകളെ ചുരുക്കി 2 ഏതാന്ന് പറയാമോ? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ആരാധിക്കണം. 2, നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അപ്പോ നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നുള്ള കൽപ്പനയ്ക്ക് വിരുദ്ധമാണ് ദൈവത്തെക്കാൾ ഉപരി പണത്തെ സ്നേഹിക്കുന്നത്, അധികാരത്തെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ വ്യക്തികളെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ മറ്റെന്തിനൊക്കെ ദൈവത്തെക്കാൾ ഉപരി നമ്മൾ സ്ഥാനം കൊടുക്കുന്നോ അതെല്ലാം എന്താണ്? അതെല്ലാം വിഗ്രഹാരാധനയാണ്.
ആ വിഗ്രഹാരാധന നടത്തിയാലും ഇങ്ങനെയുള്ള ഒരു അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മൾ സങ്കീർത്തനത്തിലേക്ക് തന്നെ മടങ്ങി പോകാം. 29 സങ്കീർത്തനം 1ഉം 2ഉമാണ് നമ്മൾ വായിച്ചത്. യഹോവയ്ക്ക് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുപ്പീൻ. അതായത് ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും മഹത്വപ്പെടുത്തുവാനും തീർച്ചയായിട്ടും നമ്മൾ പരിശ്രമിക്കണം. എന്തിനാണ് ദൈവാരാധന? ഇല്ല, ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ ഒരൊറ്റ കാര്യം പറയുന്നുള്ളൂ. എന്താണ് ഫറവോനോട് പറയാൻ കൽപ്പിക്കുന്നത്? എന്റെ ജനത്തെ എന്നെ ആരാധിക്കാനായിട്ട് പറഞ്ഞു വിടണം. പ്രിയപ്പെട്ടവർ, എന്തിനായി ആരാധന? ആരാധനയിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ചാൽ മതി. ഈ ഭൂമിയിൽ സൂര്യന്റെ വെളിച്ചം, സൂര്യന്റെ ചൂട് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും ഈ പ്രകൃതി നശിച്ചു പോകും. ഈ ലോകത്തിന് നിലനിൽപ്പില്ല. അത് ഈ ലോകത്തിന്റെ അത്യന്താപേക്ഷിതമായ ഘടകമാണെന്ത്? സൂര്യന്റെ വെളിച്ചവും സൂര്യന്റെ പ്രകാശവും. ഇനിയിപ്പോ നമ്മളൊരു ചെടി വാങ്ങി ആ ചെടി ഒരു ഇരുട്ട് റൂമിൽ വെച്ചാലും എന്ത് സംഭവിക്കും? സൂര്യനുണ്ട്, പക്ഷെ നമ്മൾ ഇരുട്ട് റൂമിലാണ് കൊണ്ടുപോയി വെച്ചതെങ്കിൽ ആ ചെടി വളരുമോ? വളരില്ല. അത് കുറെ കാലം കഴിയുമ്പോൾ അത് നശിച്ചു പോകും. ഇതുപോലെ തന്നെയാണ് ദൈവത്തിന് അഭിമുഖമായിട്ടുള്ള ഒരു ജീവിതം നയിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ആർക്ക് നാശം ഉണ്ടാകും? കാരണം നമ്മളെല്ലാം ദൈവത്തിൽ നിന്ന് വന്നവരാണ്. ദൈവത്തിന്റെ നിശ്വാസമാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. അതുകൊണ്ട് അഭിമുഖമായി ജീവിച്ചില്ലെങ്കിൽ തകർച്ച ഉണ്ടാകും. അതുകൊണ്ടാണ് ദൈവാരാധന നടത്തണം, ദൈവത്തോട് ചേർന്ന് ജീവിക്കണം, പ്രാർത്ഥനയിൽ ആഴപ്പെടണം, വചനം ധ്യാനിച്ച് ജീവിതത്തെ കുറെ കൂടെ ക്രമപ്പെടുത്തണം എന്നൊക്കെ പിതാക്കന്മാരിലൂടെയും വചനത്തിലൂടെയൊക്കെ ആഹ്വാനം ലഭിക്കുന്നതിന്റെ കാരണം തകർച്ച കയറി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവാരാധന മുടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമേ. പിന്നീട് 3 മുതൽ പിന്നീട് അങ്ങോട്ട് 9 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങളൊന്ന് ഒന്നാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 3-ാമത്തെ വാക്യം, അതായത് 3-ാമത്തെ വാക്യം. വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു. മതി. യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു. 4-ാമത്തെ വാക്യത്തിന്റെ ആരംഭത്തിലും യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു. പിന്നീട് 5-ാമത്തെ വാക്യത്തിന്റെ ആരംഭം യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു. 7-ാമത്തെ വാക്യത്തിന്റെ ആരംഭം യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നു. 8-ാമത്തെ വാക്യത്തിന്റെ ആരംഭം യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടക്കുന്നു. 9-ാമത്തെ വാക്യത്തിന്റെ ആരംഭവും യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. അതായത് ദൈവത്തിന്റെ ശബ്ദത്തിന്റെ പ്രത്യേകതയാണ് ഇവിടെ പറയുന്നത്. അതായത് സങ്കീർത്തനക്കാരൻ പറയുന്നത് ദൈവത്തിന്റെ ശബ്ദമാണ് പ്രകൃതിയിലെ പല പ്രതിഭാസങ്ങളും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ, അതുപോലെ ഇടി മുഴങ്ങുന്നത്, അതുപോലെ യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു, പിന്നെ മരുഭൂമിയെ നടുക്കുന്നു. ഇങ്ങനെയുള്ള പ്രകൃതിയിലെ പ്രതിഭാസങ്ങളുമായിട്ട് സങ്കീർത്തനക്കാരൻ യഹോവയുടെ ശബ്ദത്തെ, ദൈവത്തിന്റെ ശബ്ദത്തെ ഉപമിച്ചിരിക്കുകയാണ്. ഇതെല്ലാം ദൈവത്തിന്റെ ശബ്ദത്തിന്റെ ശക്തി കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം, ദൈവത്തിന്റെ ശബ്ദം ജനം കേൾക്കുന്നുണ്ട് എപ്പോഴെങ്കിലും? എവിടെയെങ്കിലും ദൈവത്തിന്റെ ശബ്ദം ദൈവജനം നേരിട്ട് കേൾക്കുന്നുണ്ടോ? പുറപ്പാട് പുസ്തകം എടുക്കാമോ? 20-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 18-ഉം 19-ഉം വാക്യങ്ങൾ വായിച്ച്. പുറപ്പാട് പുസ്തകം എടുത്തോ? പുറപ്പാട് ഇടിമുഴക്കവും മിന്നലും കാഹളധ്വനിയും പർവ്വതം പുകയുന്നതും കണ്ടു. ജനം അത് കണ്ടപ്പോൾ വിറച്ചുകൊണ്ട് ദൂരത്ത് നിന്നു. അവർ മോശയോട്, നീ ഞങ്ങളോട് സംസാരിക്കുക, ഞങ്ങൾ കേട്ടുകൊള്ളാം. ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞു. മോശ ജനത്തോട് മതി. ഇത് എവിടെ വെച്ച് സംഭവിക്കുന്നതാണ്? സീനായി മലയിൽ വെച്ച് ദൈവം ആ മലയുടെ മുകളിൽ ഇറങ്ങി വരുമ്പോ ഒത്തിരി പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആ മലയുടെ മുകളിൽ ഭയങ്കരമായി ഭൂകമ്പം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ പുകപടലം ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ എല്ലാം കറുത്ത മേഘങ്ങൾ വന്ന് അതിനെ മൂടുന്നുണ്ട്. അതിന്റെ മധ്യേ നിന്ന് ദൈവം സംസാരിക്കുന്നതിനെ പറ്റിയാണ് വായിച്ചത്. 18-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചേ. പുറപ്പാട് 20-ന്റെ 18.
ജനമൊക്കെയും ഇടിമുഴക്കവും മിന്നലും കാഹളധ്വനിയും പർവ്വതം പുകയുന്നതും കണ്ടു. ജനം അത് കണ്ടു. എന്തൊക്കെയാ കേട്ടെ? ഇടിമുഴക്കം, കാഹളധ്വനി, മിന്നലും കാഹളധ്വനി, പർവ്വതം പുകയുന്നതും ജനം കാണുകയാണ്. എന്നിട്ട് പിന്നീട് ജനം പറയുകയാണ്, ഇനി ദൈവം മോശെ, ഇനി ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ. ഇനി ദൈവത്തിൽ നിന്ന് നീ കേട്ടതിന് ശേഷം നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി. കാരണം ഇനിയും ദൈവത്തിന്റെ ശബ്ദം കേട്ടാൽ ഞങ്ങൾ മരിച്ചു പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, ദൈവത്തിന്റെ ശബ്ദം ഇത്രമേൽ പവർഫുൾ ആണെന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. ആ ശബ്ദത്തിന്റെ പ്രത്യേകതകളാണ് പിന്നീട് താഴെ എല്ലാം എഴുതി വച്ചിരിക്കുന്നത്. ഈ ദൈവത്തിന്റെ ശബ്ദമാണ് പിന്നീട് എന്തായി തീർന്നത്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കാം. ഈ ദൈവത്തിന്റെ ശബ്ദത്തിന് ഒരു പരിവർത്തനം സംഭവിച്ചു. ആ പരിവർത്തനമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ 1:14. വിശുദ്ധ യോഹന്നാൻ 1-ാം അധ്യായം 14-ാമത്തെ വാക്യം. വചനം ജഡമായി തീർന്നു, കൃപയെ സത്യവും നിറഞ്ഞവനായ നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അതായത് ദൈവത്തിന്റെ ശബ്ദമാണ് ഇന്ന് ദൈവത്തിന്റെ വചനം, അല്ലേ? ദൈവത്തിന്റെ വചനം എന്തായി തീർന്നു? അത് ജഡമായി തീർന്നു. ജഡമായി തീർന്നു. പിന്നെ വായിച്ചേണ്ടി, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അതാരാണത്? യേശുക്രിസ്തു. അപ്പൊ ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ വചനമായവൻ പിന്നീട് ഒരു രൂപാന്തരം പ്രാപിച്ച്, അതായത് സീനായി മലയിൽ ഞങ്ങളോട് ഇനി ദൈവം സംസാരിക്കരുതെന്ന് പറയുന്ന തരത്തിലുള്ള ദൈവത്തിന്റെ ശബ്ദം പിന്നീട് കന്യകമറിയാമിന്റെ ഉദരത്തിൽ ഇറങ്ങി ശരീരം ധരിച്ച് നമ്മുടെ ഇടയിൽ ദൈവമായിട്ട് അവിടുന്ന് പാർത്തു, ഇല്ലേ? അതാണ് പിന്നീട് ഈ വചനത്തിന്, ഈ ശബ്ദത്തിന് പറ്റുന്ന രൂപമാറ്റം. ഈ ശബ്ദത്തിന് പിന്നീട് എന്ത് സംഭവിക്കുന്നത്? ജഡം ധരിച്ചു. പിന്നീട് എന്ത് സംഭവിച്ചു? ജഡം ധരിച്ച് നമ്മുടെ ഇടയിൽ പാർത്തു. അവസാനം ദൈവത്തിന്റെ ക്രൂശിൽ തറച്ചു കൊന്നു, ഇല്ലേ? അതോടുകൂടി അവസാനിച്ചോ? പിന്നീട് ആ വചനം എന്ത്? ദൈവത്തിന്റെ ശബ്ദം എഴുതപ്പെട്ടോ? ഇല്ലേ? എഴുതപ്പെട്ടു. ആ ശബ്ദമാണ് ഇന്ന് നമ്മുടെ കൈകളിൽ ഇരിക്കുന്ന ഈ വേദപുസ്തകം. അപ്പൊ കണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. സീനായി മലയിൽ ദൈവത്തിന്റെ ശബ്ദം എന്തായി ഇപ്പൊ നമ്മുടെ കൈകളിൽ എത്തിയിരിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകമായി ദൈവത്തിന്റെ ശബ്ദം നമ്മുടെ കൈകളിൽ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിലൂടെ യിരെമ്യാവിനോട് ദൈവത്തിന്റെ ആത്മാവ് വചനത്തിന്റെ ശക്തിയെ പറ്റി വെളിപ്പെടുത്തുന്നുണ്ട്. വായിക്കാമോ? യിരെമ്യാവ് 23:29. എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോ വചനത്തെ പറ്റി എന്താണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്? എബ്രായർ 4-ാം അധ്യായത്തിൽ 12. ദൈവവചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ളതുമാണ്. ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ളതും ആണ്. കൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശു തന്നെ പിന്നെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. യോഹന്നാൻ 6:64 എനിക്ക് തോന്നുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും എന്ന് കർത്താവ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. അതായത് ദൈവം തന്നെയാണെന്ത്? ദൈവത്തിന്റെ വചനം. നമ്മുടെ കൈകളിലിരിക്കുന്ന ദൈവത്തിന്റെ വചനം ദൈവം തന്നെയാണ്. അതുകൊണ്ടാണ് വെളിപാട് 1:3 എന്ന് വായിക്കാമോ? വെളിപാട് 1 അധ്യായം 3-ാമത്തെ വാക്യം. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ എന്ന് വിളിക്കത്തക്ക വിധം ഈ പുസ്തകത്തെ കരുതുകയും സ്നേഹിക്കുകയും ഇതിനെ ചേർത്ത് പിടിക്കുകയും ഇത് വായിച്ച് ധ്യാനിക്കുകയും ചെയ്യുന്നവരെ പറ്റി സ്വർഗം സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്താണ് ഇത്?
ഭാഗ്യവാന്മാർ എന്ന് പറയുകയാണ്. കാരണം എന്താണ്? സീനായി മലമുകളിൽ ഇനി ഞങ്ങളോട് സംസാരിക്കാതിരിക്കാൻ തക്കവണ്ണം ദൈവജനം മോശയോട് ദൈവത്തോട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ്. ദൈവമേ, ഇനി അങ്ങ് ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞ അതേ വചനം പിന്നീട് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടു. അത് ജഡം ധരിച്ച് നമ്മുടെ ഇടയിൽ പാർത്തു. പക്ഷെ പിന്നീട് ആ ജഡധാരണം ചെയ്ത യേശു പിന്നീട് എഴുതപ്പെട്ട വചനമായി നമ്മുടെ കൈകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇതിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒന്നുമില്ല. അതായത് സീനായി മലമുകളിൽ കേട്ട അതേ ശബ്ദം തന്നെയായിരുന്നു പാലസ്തീന്റെ മണ്ണിലൂടെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ യെരൂശലേമിന്റെ വീതികളിലൂടെ സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞ യേശുവിന്റെ ശബ്ദം. അതേ ശബ്ദം തന്നെയാണ് പിന്നീട് ഇപ്പൊ നമ്മുടെ കൈകളിൽ ഇരിക്കുന്ന വേദപുസ്തകത്തിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിനെ നിസ്സാരമായിട്ട് കാണരുത്. ദൈവത്തിന്റെ ശബ്ദമാണ് നമ്മുടെ കൈകളിൽ ഇരിക്കുന്ന വേദപുസ്തകം. ആ ശബ്ദത്തിന്റെ പ്രത്യേകതകളെ പറ്റിയാണ് ഇവിടെ വായിക്കുന്നത്. നിങ്ങൾ വീട്ടിലിരുന്ന് വായിച്ചാൽ മതി. അങ്ങനെ 29-ാം സങ്കീർത്തനം അവസാനിക്കുകയാണ്. അവസാനം ഒരു സമാധാന ആശംസയൊക്കെ നൽകിയിട്ടാണ് സങ്കീർത്തനക്കാരൻ അവസാനിപ്പിക്കുന്നത്. യഹോവ ജലപ്രളയത്തിന് മീതെ ഇരുന്നു, യഹോവ എന്നേക്കും രാജാവായിരിക്കുന്നു, യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. അപ്പൊ സമാധാനം നൽകി അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുന്നവന് എന്ത് ലഭിക്കും? സമാധാനം ലഭിക്കുമെന്ന് വചനം ആ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്. 30-ാം സങ്കീർത്തനത്തിലേക്ക് പ്രവേശിക്കാം. 30-ാം സങ്കീർത്തനം ഒന്ന് വായിക്കാമോ? 12 യഹോവേ, ഞാൻ എന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എന്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് സന്തോഷിക്കുവാൻ ഇടയാക്കിയതുമില്ല. എന്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. യഹോവേ, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. യഹോവയുടെ വിശുദ്ധന്മാരെ അവന് സ്തുതി പാടുവിൻ, അവന്റെ വിശുദ്ധനാമത്തിന് സ്തോത്രം ചെയ്യുവിൻ. അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല എന്ന് എന്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞു. യഹോവേ, നിന്റെ പ്രസാദത്താൽ നീ എന്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. നീ നിന്റെ മുഖത്തെ മറച്ചു, ഞാൻ ഭ്രമിച്ചു പോയി. യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, യഹോവയോട് ഞാൻ യാചിച്ചു. ഞാൻ കുഴിയിലിറങ്ങിപ്പോയാൽ എന്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ? ധൂളി നിന്നെ സ്തുതിക്കുമോ? അത് നിന്റെ സത്യത്തെ പ്രസ്താവിക്കുമോ? യഹോവേ, കേൾക്കണമേ, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവേ, എന്റെ രക്ഷകനായിരിക്കണമേ. നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. എന്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടിപ്പിച്ചിരിക്കുന്നു. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ. എന്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്ക് നിനക്ക് സ്തോത്രം ചെയ്യും. മതി. ഈ സങ്കീർത്തനം ഇതിന്റെ പ്രധാന പ്രമേയം തന്നെ എന്താണ്? ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മരണത്തിന്റെ നിഴൽ വീണ വഴികളിലൂടെ കടന്നുപോയ മനുഷ്യർ, അല്ലെങ്കിൽ വലിയ രോഗപീഠകളിലൂടെ വലിയ പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നുപോയ മനുഷ്യർ, അല്ലെങ്കിൽ ഒരുപക്ഷെ ദാവീദായിരിക്കാം, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഒരു പ്രതിസന്ധിയിൽ നിന്ന് അവർ രക്ഷ പ്രാപിച്ചപ്പോൾ നടത്തിയ ഒരു സ്തോത്ര ഗീതമാണ് ഏത് 30-ാം സങ്കീർത്തനം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുക ആണ്. പ്രത്യേകിച്ച് ഇതിന്റെ 3-ാമത്തെ വാക്യവും 5-ാമത്തെ വാക്യവും ഒക്കെ യഹോവേ, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ സ്തുതി പാടുവിൻ, അവന്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവിൻ എന്നുള്ള ആ വാക്യമൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, യഹോവേ, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു. ഇത് ആരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്? യേശുവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. യേശുവിന്റെ മരണത്തിന് ശേഷം അങ്ങനെ യേശുവിന്റെ ശരീരം ജീർണിക്കാനോ പാതാളത്തിലേക്ക് അധപ്പതിച്ചു പോകാതിരിക്കാനോ ഒക്കെ ഇടയായി എന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഉദ്ധിതനായ യേശുവിനെ പറ്റി ഈ ഭാഗങ്ങളിൽ സൂചിപ്പിക്കുന്നു എന്ന് സഭാപിതാക്കന്മാര് വിലയിരുത്തുന്നുണ്ട്. 5-ാമത്തെ വാക്യവും ഇങ്ങനെയാണ്: അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്.
സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. അതായത് പുനരുദ്ധാനത്തിന്റെ സന്തോഷത്തെ പറ്റിയൊക്കെ ഇവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. പിന്നീട് 11-ാമത്തെ വാക്യം കൂടെ വായിക്കാമോ? യഹോവേ എന്റെ രക്ഷകൻ, നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. എന്റെ രട്ട് നീ അഴിച്ചു, എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ആദ്യത്തെ ഈ വാക്യങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിൻ്റെതായിരിക്കാം, ഒന്നുമില്ലെങ്കിൽ ദാവീദിന്റെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിലുണ്ടായ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അവരുടെ പ്രാർത്ഥനകളും വിലാപങ്ങളും കേട്ട് ദൈവം എന്ത് ചെയ്തിരിക്കുകയാണ്? അതിൽ നിന്നെല്ലാം അവരെ രക്ഷിച്ചു. അതിനുശേഷം 11-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുകയാണ്, നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. അതായത് കണ്ണുനീര് മാറ്റി ആനന്ദത്തിന്റെ സ്തുതിഗീതം മുഴക്കുവാൻ തക്കവണ്ണം ജീവിതത്തിൽ സമൃദ്ധിയും സന്തോഷവും ഉല്ലാസവും ആര് നൽകിയിരിക്കുകയാണ്? ദൈവം നൽകിയിരിക്കുകയാണ്. എന്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സങ്കീർത്തനം നമുക്കൊക്കെ വലിയൊരു പ്രത്യാശയും പ്രചോദനവും പ്രതീക്ഷയും തരുന്നുണ്ട്. കാരണം ഇന്നൊരു പക്ഷേ കണ്ണുനീരിന്റെ അനുഭവത്തിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്, അല്ലെങ്കിൽ തകർച്ചയുടെ അനുഭവത്തിലൂടെ ആകാം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്, അതുമല്ലെങ്കിൽ വലിയ വിലാപത്തിലൂടെയൊക്കെ ആയിരിക്കാം നമ്മൾ കടന്നു പോകുന്നത്. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ എന്റെ കണ്ണുനീർ കണകൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, ഇല്ലേ? ഇതുപോലെ കണ്ണുനീരിന്റെ വലിയ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർക്കെല്ലാം വലിയ പ്രത്യാശയാണ്. അതുപോലെ തന്നെ പറയുകയാണ്, എന്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. പഴയ നിയമത്തിലാണ് ഈ രട്ടുടുത്ത് വെണ്ണീറിൽ ഇരുന്നു എന്നൊക്കെ പലയിടങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും, ഇല്ലേ? യോനായുടെ പുസ്തകത്തിൽ യോനായിലൂടെ മുന്നറിയിപ്പ് ലഭിക്കുമ്പോൾ ജനം എന്താ ചെയ്യുന്നത്? രാജാവ് മുതൽ അടിമകൾ വരെയുള്ളവർ അവരുടെ വസ്ത്രം കീറി വെണ്ണീറിൽ രട്ടുടുത്ത് വെണ്ണീറിൽ ഇരുന്നു എന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുക. അതേപോലെ എസ്തേറിന്റെ പുസ്തകം നമ്മൾ പഠിച്ചതാണ്, അല്ലേ? മൊർദെഖായി എസ്തേർ ഇസ്രായേൽ ജനത്തെ അല്ലെങ്കിൽ യഹൂദന്മാരെ നശിപ്പിക്കാൻ ഹാമാനിലൂടെ രാജാവ് പരിശ്രമിക്കുമ്പോ ജനം എന്താ ചെയ്യുന്നത്? 3 ദിവസം അവര് വെണ്ണീറിൽ ഇരുന്ന്, രട്ടുടുത്ത് വെണ്ണീറിൽ ഇരുന്ന് ദൈവത്തോട് വിലപിക്കുകയാണ്. അങ്ങനെ പലയിടങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇതിനെല്ലാം ശേഷം നോക്കിയാൽ മതി, അവർക്കെല്ലാം അവരുടെ വിലാപമെല്ലാം പിന്നീട് എന്താവണ്? പിന്നീട് ആനന്ദ നൃത്തമായിട്ട് മാറ്റപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിരാശപ്പെടരുത്. ഇന്നൊരു പക്ഷെ നമുക്ക് വേദന ഉണ്ടായിരിക്കാം, രോഗങ്ങൾ ഉണ്ടായിരിക്കാം, തകർച്ചകൾ ഉണ്ടായിരിക്കാം, നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മുടെ മക്കള് ഉയർന്നു വരുന്നില്ലായിരിക്കാം, അതുമല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സൊക്കെ തകർന്നു പോയിരിക്കാം, അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. പക്ഷെ എന്താണ്? നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, പ്രത്യാശയ്ക്ക് വകയുണ്ട്. കാരണം എന്താണ്? ഇതേ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ദാവീദാകാം, അല്ലെങ്കിൽ ഇസ്രായേൽ ജനമാകാം, അവരുടെ വിലാപത്തെ ദൈവം എന്താക്കി തീർത്തു? ആനന്ദ നൃത്തമാക്കി തീർത്തു. അവരുടെ രട്ട് അവിടുന്ന് അഴിച്ച് സന്തോഷം അവരെ ഉടുപ്പിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇത് ഒരു പ്രത്യാശ തരുന്ന സങ്കീർത്തനമാണ് എന്നുള്ള കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. 12-ാമത്തെ വാക്യം, ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ എന്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. അപ്പോ ഏത് സാഹചര്യത്തിലും ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമേ. നമ്മുടെ വിലാപത്തെ നൃത്തമാക്കാനും നമ്മുടെ തകർച്ചകളെ സന്തോഷഭരിതമാക്കി തീർക്കാനും ദൈവത്തിന് കഴിയുമെന്ന് വലിയൊരു ഉൾക്കാഴ്ച ഈ സങ്കീർത്തനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നുണ്ട്. ആ ഒരു ഉൾക്കാഴ്ചയിൽ ദൈവത്തോട് ചേർന്ന് മുന്നോട്ട് പോകുവാനായിട്ട് ശ്രദ്ധിക്കാം. അതോടുകൂടെ ഈ 30-ാം സങ്കീർത്തനം അവസാനിക്കുകയാണ്. അടുത്തത് 31-ാം സങ്കീർത്തനം. 31-ാം സങ്കീർത്തനം അതിന്റെ ആദ്യത്തെ 5 വാക്യങ്ങളൊന്ന് വായിക്കാമോ? ആദ്യത്തെ 5 വാക്യങ്ങൾ. യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ. നിന്റെ ചെവിയെങ്കിലേക്ക് ചായച്ച് എന്നെ വേഗം വിടുവിക്കണമേ. നീ എനിക്ക് ഉറപ്പുള്ള പാറയായും എന്നെ രക്ഷിക്കേണ്ടതിന് കോട്ടയായും ഇരിക്കണമേ. നീ എന്റെ പാറയും എന്റെ കോട്ടയുമല്ലോ. നിന്റെ നാമനിമിത്തം എന്നെ നടത്തി പാലിക്കണമേ. അവർ എനിക്കായി ഒളിച്ചു വച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. നീ എന്റെ ദുർഗമാകുന്നുവല്ലോ. നിന്റെ കയ്യിൽ ഞാൻ എന്റെ ആത്മാവിനെ ഫലമേൽപ്പിക്കുന്നു. വിശ്വസ്തതയുമായ യഹോവേ, നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു.
മിഥ്യാമൂർത്തികളെ സേവിക്കുന്നവരെ ഞാൻ പകയ്ക്കുന്നു. ഞാനോ യഹോവയിൽ ആശ്രയിക്കുന്നു. മതി. എന്റെ 5-ാമത്തെ വാക്യം എങ്ങനെയായിരുന്നു? നിന്റെ കയ്യിൽ ഞാൻ എന്റെ ആത്മാവിനെ വരമേൽപ്പിക്കുന്നു. ഈ സങ്കീർത്തനം ആരെങ്കിലും ഉരുവിടുന്നുണ്ടോ സുവിശേഷത്തിൽ? നിന്റെ കയ്യിൽ ഞാൻ എന്റെ ആത്മാവിനെ വരമേൽപ്പിക്കുന്നു. യേശുക്രിസ്തു ഇല്ലേ? അതായത് യേശുക്രിസ്തു 7 തിരുമൊഴികളാണ് കുരിശിൽ കടന്ന് നടത്തുന്നത്. അതെല്ലാം സങ്കീർത്തനങ്ങളാണ്. അതിലെ 7-ാമത്തെ തിരുമൊഴിയാണ് ഏത്? കർത്താവേ, പിതാവേ, എന്റെ ആത്മാവിനെ ഞാൻ വരമേൽപ്പിക്കുന്നു എന്നുള്ളത്. അതായത് 22-ാം സങ്കീർത്തനത്തിലെ വാക്യങ്ങളും നമുക്ക് ആ 7 തിരുമൊഴികളിൽ കാണാവുന്നതാണ്, അല്ലേ? അതേപോലെ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, 22-ാം സങ്കീർത്തനം ഒരു പീഡാനുഭവത്തിന്റെ സങ്കീർത്തനം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. 22-ാം സങ്കീർത്തനം പീഡാനുഭവത്തിന്റെ സങ്കീർത്തനം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതിനോട് ഏറെ സാമ്യമുള്ള അല്ലെങ്കിൽ അതിനോട് ഏറെ ചേർന്ന് നിൽക്കുന്ന സങ്കീർത്തനമാണ് ഏത്? 31-ാം സങ്കീർത്തനവും. ജീവിതത്തിൽ വന്ന വലിയ വേദനകളെ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ പീഡാനുഭവത്തിൽ ഉളവാകുന്ന പ്രത്യാശ പ്രകടിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 31-ാം സങ്കീർത്തനവും. അതില് യേശു പറയുന്ന നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ വരമേൽപ്പിക്കുന്നു. അപ്പൊ ഇത്രമേൽ സഹനത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ ദാവീദ് ദൈവസന്നിധിയിൽ എഴുതിയ ഒരു സങ്കീർത്തനമാണെന്നാണ് സഭാപിതാക്കന്മാർ ഇതിനെപ്പറ്റി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതിനുശേഷം 8-ാമത്തെ അധ്യായം മുതൽ വായിക്കുമ്പോ, 8-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോ, 10 മുതൽ വായിക്കുമ്പോ, 9 മുതൽ വായിക്കുമ്പോ, യഹോവേ എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു, വ്യസനം കൊണ്ട് എൻ്റെ കണ്ണും പ്രാണനും ഉദരവും ക്ഷയിച്ചിരിക്കുന്നു. അപ്പൊ ഈ കടന്നു പോകുന്ന സാഹചര്യത്തിന്റെ തീക്ഷ്ണതയെ പിന്നീട് നമ്മൾ വായിച്ച് മനസ്സിലാക്കുകയാണ്. യഹോവേ എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ എന്തായിരിക്കുന്നു? കഷ്ടത്തിലായിരിക്കുന്നു, വ്യസനം കൊണ്ട് എൻ്റെ കണ്ണും പ്രാണനും ഉദരവും ക്ഷയിച്ചിരിക്കുന്നു. എൻ്റെ ആയുസ് ദുഃഖം കൊണ്ടും എൻ്റെ സംവത്സരങ്ങൾ നെടുവീർപ്പ് കൊണ്ടും കഴിഞ്ഞു പോയിരിക്കുന്നു. എൻ്റെ അകൃത്യ നിമിത്തം എൻ്റെ ബലം ക്ഷീണിച്ചും എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുമിരിക്കുന്നു. എൻ്റെ സകല വൈരികളാലും ഞാൻ നിന്ദിതനായി തീർന്നിരിക്കുന്നു. എൻ്റെ അയൽക്കാർക്ക് അതിനിന്ദിതൻ തന്നെ. എൻ്റെ മുഖപരിചയക്കാർക്ക് ഞാൻ ഭയഹേതുവായി ഭവിച്ചു. എന്നെ വെളിയിൽ കാണുന്നവർ എന്നെ വിട്ടോടിപ്പോകുന്നു. മരിച്ചുപോയവനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു. ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. ചുറ്റും ഭീതി എന്ന അപശ്രുതി ഞാൻ പലരുടെയും വായിൽ നിന്ന് കേട്ടിരിക്കുന്നു. അവർ എനിക്ക് വിരോധമായി കൂടി ആലോചന ചെയ്തു, എൻ്റെ ജീവനെ എടുത്തു കളയുവാൻ നിരൂപിച്ചു. ഈ വാക്യങ്ങളെല്ലാം നമ്മൾ വായിക്കുമ്പോൾ ഇതെല്ലാം യേശുവിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ദാവീദിന്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇസ്രായേൽ ജനത്തിന്റെ ജീവിത സാഹചര്യങ്ങളിലൂടെ അവർ കടന്നു പോയപ്പോൾ അവർക്കുണ്ടായ വേദനകളും ദുഃഖങ്ങളും ഞെരുക്കങ്ങളൊക്കെ മൂലമാണ് ദാവീദ് ഈ സങ്കീർത്തനം എഴുതുന്നത്. ഇവിടെ ഒരു പുസ്തകത്തിൽ ഇങ്ങനെയാണ് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഇത് എഴുതിയ സന്ദർഭം ഖണ്ഡിതമായിട്ട് നിർണയിക്കുവാൻ പ്രയാസമാണ്. ഒരുപക്ഷെ ദാവീദ് ശൗലിന്റെ ഉപദ്രവം മൂലം മാവോൻ മരുഭൂമിയിൽ പാർത്തപ്പോൾ അദ്ദേഹത്തിന്റെ വേദന കൊണ്ട് എഴുതിയ സങ്കീർത്തനമാണെന്ന് ഒരു പുസ്തകത്തിൽ വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സങ്കീർത്തനം എല്ലാം യേശുവുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതിനുശേഷം ഏറ്റവും അവസാന ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ 21 മുതൽ പിന്നീടൊന്ന് വായിക്കാമോ? പിന്നീട് വലിയ പ്രത്യാശയിലേക്ക് കടന്നു വരികയാണ്. ആദ്യം വാഴ്ത്തപ്പെട്ടവൻ, അവൻ ഉറപ്പുള്ള പട്ടണത്തിൽ തന്റെ ദയ എനിക്ക് അത്ഭുതമായി കാണിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഛേദിക്കപ്പെട്ടു പോയി എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. എങ്കിലും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എൻ്റെ യാചനയുടെ ശബ്ദം നീ കേട്ടു. യഹോവയുടെ സകല വിശുദ്ധന്മാരുമായുള്ളവരെ അവനെ സ്നേഹിപ്പീൻ. യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു, അഹങ്കാരം പ്രവർത്തിക്കുന്നവനും ധാരാളം പകരം കൊടുക്കുന്നു. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വലിയ തകർച്ചകളിലൂടെ കടന്നു പോകുമ്പോൾ ഒക്കെ ദാവീദ് സങ്കടങ്ങളൊക്കെ ദൈവത്തോട് പറയുന്നുണ്ട്.
പക്ഷെ പിന്നീട് എന്താണ് 21-ാമത്തെ വാക്യം മുതൽ പിന്നീട് അങ്ങോട്ട് വലിയ പ്രത്യാശയുടെ വാക്കുകളാണ് അദ്ദേഹത്തിന്റെ നാവിലൂടെ പുറത്തേക്ക് ഉതിർന്നു വീഴുന്നത്. യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ ഉറപ്പുള്ള പട്ടണത്തിൽ തന്റെ ദയ എനിക്ക് അത്ഭുതമായി കാണിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഛേദിക്കപ്പെട്ടു പോയി എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. എങ്കിലും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എന്റെ യാതനയുടെ ശബ്ദം നീ കേട്ടു. പിന്നീട് യഹോവയുടെ സകല വിശുദ്ധന്മാരുമായുള്ളവരെ അവനെ സ്നേഹിപ്പിൻ, യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു. അപ്പൊ ഇതെല്ലാം നമുക്ക് വലിയ പ്രത്യാശ തരുന്നുണ്ട്. പക്ഷെ ഒരു വാക്യമുണ്ട് ഇങ്ങനെ, അഹങ്കാരം പ്രവർത്തിക്കുന്നവന് ധാരാളം പകരം കൊടുക്കുന്നു. അപ്പോ അഹങ്കാരം പ്രവർത്തിച്ചാൽ എന്തുണ്ട്? ധാരാളം പകരം കിട്ടാനും സാധ്യതയുണ്ട്. വിശ്വസ്തരായ ദൈവത്തോടെ നിലനിന്ന് കഴിഞ്ഞാൽ ദൈവിക അനുഗ്രഹങ്ങളും കൃപകളും ലഭിക്കുന്നത് പോലെ തന്നെ അഹങ്കാരം പ്രവർത്തിച്ചാൽ തകർച്ചയും കടന്നു വരുമെന്ന് വചനം പഠിപ്പിക്കുക. എത്രയോ ഇടങ്ങളിൽ വേദപുസ്തകത്തിൽ അതിന് തെളിവുകളുണ്ട്. യെശയ്യാവ് 12-ാം അധ്യായത്തിൽ സാത്താന്റെ തകർച്ചയെ പറ്റി, അല്ലെങ്കിൽ ലൂസിഫർ എന്ന പ്രകാശത്തിന്റെ മാലാക തകർന്ന് തരിപ്പണമായി ഇരുട്ടിന്റെ അന്ധകാരത്തിന്റെ അരൂപിയായി മാറുന്നതിന്റെ കാരണം എന്താണ്? ഹൃദയത്തിൽ അഹങ്കരിച്ചു. അതായത് ഞാൻ എന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിക്കും, എന്റെ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുകളിൽ എന്റെ സിംഹാസനം സ്ഥാപിച്ച് ദൈവത്തെയും സകല പ്രപഞ്ചത്തെയും ഞാൻ ഭരിക്കുമെന്ന് ഹൃദയത്തിൽ ചിന്തിച്ചപ്പോ തന്നെ അവൻ തകർന്ന് തരിപ്പണമായി പോവുകയാണ്. പിന്നീട് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നെബൂഖദ്നേസർ രാജാവ് തന്റെ പുതിയ കൊട്ടാരത്തിന്റെ മുകളിലെ മട്ടിപ്പാവിലോട് ഉലാത്തിക്കൊണ്ട് എന്റെ മഹത്വം കൊണ്ട്, അല്ല എന്റെ കഴിവ് കൊണ്ട്, എന്റെ ധനം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണിതെന്ന് പറഞ്ഞപ്പോ തന്നെ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ട് നെബൂഖദ്നേസറെ, നിന്റെ രാജ്യത്വം നിന്നെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ അവന്റെ അഹങ്കാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് എവിടെയെല്ലാം അഹങ്കാരമുണ്ടോ അവിടെയെല്ലാം എന്ത് സംഭവിക്കുന്നുണ്ട്? തകർച്ചകളും വലിയ വീഴ്ചകളും സംഭവിക്കുന്നുണ്ട്. നമ്മള് ഒരു അധ്യായം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. യേശുവിന്റെ ജീവിതത്തെ പറ്റി എഴുതി വച്ചിരിക്കുന്ന ഒരു ഭാഗം ഫിലിപ്പിയർ എന്നെടുക്കാമോ? ഫിലിപ്പിയർ 2-ാം അധ്യായം എടുക്കാമോ? 2-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ വായിച്ച് നമ്മളൊക്കെ ഒത്തിരി ധ്യാനിക്കേണ്ട ഒരു വചനഭാഗമാണ്. ഫിലിപ്പിയർ 2-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തർ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. ആ വാക്യം എങ്ങനെയാണ്? ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. പ്രിയപ്പെട്ടവർ, ഈ വചനമൊക്കെ നമ്മൾ പാലിച്ചാൽ ഈ ഭൂമി എന്താവും? ഈ ഭൂമി സ്വർഗമാകും. നമ്മുടെ കുടുംബങ്ങളോ അല്ലേ? ശാഠ്യവും ദുരഭിമാനവും ഉള്ളത് കൊണ്ടല്ലേ ഭാര്യ ഭർത്താവ് ഇവരുടെ ഇടയിൽ എന്തുണ്ടാകുന്നത്? കലഹവും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നതിന്റെ ഒരു കാരണം എന്താണ്? ശാഠ്യവും ദുരഭിമാനവും. അതോടൊപ്പം തന്നെ മാതാപിതാക്കളും മക്കളും തമ്മിൽ പ്രയാസം ഉണ്ടാകുന്നതും, അല്ലെങ്കിൽ അമ്മായിയമ്മയും മരുമക്കളും തമ്മിലൊക്കെ വലിയ കലഹമൊക്കെ ഉണ്ടാകുന്നതിന്റെ കാരണം ശാഠ്യവും ദുരഭിമാനവുമാണ്. അപ്പൊ കർത്താവ് പഠിപ്പിക്കുകയാണ്, ഇങ്ങനെയൊന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ തന്നേക്കാൾ മറ്റുള്ളവൻ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവീനെന്ന് പറയുകയാണ്. പിന്നീട് 4-ാമത്തെ വാക്യം വായിച്ചേണ്ടി. മറ്റുള്ളവന്റെ സ്വന്തം ഗുണമല്ല, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. പിന്നീട് ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പറയുകയാണ്. അപ്പൊ എന്താ ക്രിസ്തുയേശുവിലുള്ള ഭാവം? അതിന്റെ താഴത്തേക്ക് വായിക്കുമ്പോൾ കണ്ടെത്താൻ സാധിക്കും. യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ഭാവം എന്താണെന്ന് എഴുതി വെച്ചിരിക്കുകയാണെങ്കിൽ യേശുവിന്റെ മനോഭാവം, യേശുവിന്റെ സ്വഭാവം എന്തായിരുന്നു എന്ന് താഴത്തേക്ക് വായിച്ചേ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ടോ? അതായത് യേശുവിന്റെ ഭാവം ഇതായിരുന്നു, തന്നെത്താൻ
താഴ്ത്തുന്ന ഭാവമായിരുന്നു ആരുടേത്? യേശുവിന്റെ മനോഭാവം, യേശുവിന്റെ സ്വഭാവം. എങ്ങനെ താഴ്ത്തി? ദൈവരൂപത്തിലായിരുന്നപ്പോ ആ സമത്വം മുറുകെ പിടിക്കാതെ രൂപമായി തീർന്നു. മനുഷ്യരൂപമായി തീർന്നു എന്ന് മാത്രമല്ല, പിന്നീട് അങ്ങോട്ട് പരിപൂർണ നഗ്നനാക്കപ്പെടാനും ശരീരം പിച്ചി ചീന്തപ്പെടാനും ക്രൂശ്, ആ കാലഘട്ടത്തിലെ ക്രൂശ് എന്ന് പറയുന്നത് ആ റോമാ ഗവൺമെന്റിന്റെ ആ കാലഘട്ടത്തിലെ ഈ ലോകത്തിലെ ഏറ്റവും നിന്ദ്യമായ അടയാളമായിരുന്നു എന്ത്? കുരിശ് അടയാളം. ആ നിന്ദ്യമായ കുരിശിൽ തന്നെത്താൻ സമർപ്പിക്കാനും തക്കവിധം അനുസരണമുള്ളവനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തിയവനായിരുന്നു ആര്? യേശു. ഫിലിപ്പിയർ ആണ് നമ്മൾ വായിക്കുന്നത്. ഫിലിപ്പിയർ 2-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. അപ്പോ യേശുവിന്റെ ഭാവം എന്തായിരുന്നു? തന്നെത്താൻ താഴ്ത്തുക എന്നുള്ള മനോഭാവമായിരുന്നു. അപ്പോ എന്താ സംഭവിക്കുന്നത് എന്നുകൂടെ 10-ാമത്തെ വാക്യം മുതൽ വായിച്ച് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നീട് എന്താ സംഭവിക്കുന്നത്? 9-ാമത്തെ വാക്യം മുതൽ വായിച്ച്. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അതുകൊണ്ട് ഏതുകൊണ്ട്? തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി. അതുകൊണ്ടാണ് യേശു പരസ്യ ശുശ്രൂഷയിൽ പലയിടങ്ങളിൽ യേശു പറഞ്ഞൊരു കാര്യമാണ്, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. അതായത് എളിമപ്പെടുത്തിയാൽ ജീവിതത്തിൽ വലിയ ഉയർച്ചയുണ്ടാകും, അഹങ്കരിച്ചാൽ വലിയ തകർച്ചയും ഉണ്ടാകും. ഇപ്പൊ യേശുവിനെ പോലും പറ്റി എഴുതി വെച്ചിരിക്കുന്ന അങ്ങനെയല്ലേ? യേശു തന്നെത്താൻ താഴ്ത്തിയപ്പോൾ യേശുവിനെ ദൈവം സകല നാമത്തിന് മേലായ നാമം നൽകി ഉയർത്തി. പിന്നീട് പറയുകയാണ്, അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഉണ്ടോ? എല്ലാ മുഴങ്കാലും എവിടെ മടങ്ങേണ്ടി വരും? യേശുവിന്റെ മുമ്പാകെ മടങ്ങേണ്ടി വരും. തന്നെത്താൻ താഴ്ത്തിയ യേശുവിന്റെ മുമ്പാകെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അഹങ്കാരികൾക്ക് തക്കതായ തകർച്ചയും പ്രതിഫലവും ലഭിക്കും. അതുപോലെ തന്നെ എളിമപ്പെടുത്തുന്നവർക്ക് ഉയർച്ചയും അനുഗ്രഹങ്ങളും ലഭിക്കും. ഈ സങ്കീർത്തനം 31-ാം സങ്കീർത്തനം അവസാനിക്കുന്നത് എങ്ങനെയാണ്? വിശ്വസ്തന്മാർക്ക്, അതായത് എളിമപ്പെട്ട് വിശുദ്ധിയിൽ ജീവിക്കുന്ന വിശ്വസ്തന്മാർക്ക് കർത്താവ് പ്രതിഫലം നൽകും, അതോടൊപ്പം തന്നെ അഹങ്കാരികൾക്കും പ്രതിഫലം നൽകുമെന്ന് പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എളിമയുള്ള ജീവിതം നയിച്ച് തന്നെത്താൻ വിനയപ്പെടുത്തി യേശുവിന്റെ ഭാവമുള്ളവരായി ദൈവത്താൽ ഉയർത്തപ്പെടാൻ നമ്മളെല്ലാം ദൈവം ക്ഷണിക്കുന്നുണ്ട്. ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. 29, 30, 31 സങ്കീർത്തനങ്ങളാണ് ധ്യാനിക്കുവാനും പഠിക്കുവാനും പരിശ്രമിച്ചത്. ഇതിലൂടെ ദൈവം നൽകിയ എല്ലാ തിരിച്ചറിവുകൾക്കും എല്ലാ ആത്മീയ ഉൾക്കാഴ്ചകൾക്കും സന്ദേശങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം ദൈവത്തോട് നന്ദി അർപ്പിക്കാം. അടുത്ത ആഴ്ച മുതൽ നമ്മള് പുതിയ നിയമം ഇതിന്റെ കൂടെ പഠിക്കുവാനായിട്ട് പരിശ്രമിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം, ഒന്നാമത്തെ ഒന്നും നോക്കിയിട്ടില്ല, 1ഉം 2ഉം അധ്യായങ്ങൾ നമ്മൾ ഇതിന്റെ കൂടെ പഠിക്കുകയാണ്. അപ്പോൾ ഇനി മുതൽ പുതിയ നിയമവും സങ്കീർത്തനങ്ങളും നമ്മൾ മിക്സ് ചെയ്ത് അങ്ങനെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുകയാണ്. അതിന്റെ ഒരു കാരണം, സങ്കീർത്തനങ്ങളുടെ എല്ലാം ഒരു പ്രമേയം എന്ന് പറയുന്നത് കഷ്ടത വരുമ്പോ ദൈവത്തോട് നിലവിളിക്കുന്നു, ദൈവം അവരെ വിടുവിക്കുന്നു, ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ഇതാണ് ഭൂരിഭാഗം സങ്കീർത്തനങ്ങളുടെയും ഉള്ളടക്കം. അതുകൊണ്ടൊരു ആവർത്തന വിരസത വരാതിരിക്കാൻ വേണ്ടി നമ്മള് പുതിയ നിയമം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പഠിച്ച് തുടങ്ങുകയാണ്. അതിന്റെ കൂടെ തന്നെ ഓരോ സങ്കീർത്തനവും നമ്മൾ ധ്യാനിക്കുവാനായിട്ട് ഇടയായി തീരും. അതുകൊണ്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1ഉം 2ഉം ഒന്ന് വായിക്കാനായിട്ട് ശ്രദ്ധിക്കണം. 32-ാം സങ്കീർത്തനവും ഒന്ന് വായിച്ച് ഒരുങ്ങാനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. വചനത്തിന്റെ ആഴങ്ങൾ വെളിപ്പെടണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് ദൈവത്തിന്റെ വചനങ്ങളുടെ ആഴങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഉൾക്കാഴ്ച ദൈവം എനിക്ക് തരും.
അപ്പോഴാണ് നന്നായിട്ട് നിങ്ങളോട് പ്രഘോഷിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അല്ലാതെ എത്ര നമ്മുടെ കഴിവ് കൊണ്ടും നമ്മൾ തലകുത്തി മറിഞ്ഞാലും വചനത്തിന്റെ ആഴങ്ങൾ വെളിപ്പെടില്ല. അതുകൊണ്ട് നിങ്ങൾ എത്രമേൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നോ അത്രമേൽ വചനത്തിന്റെ ആഴം വെളിപ്പെടും. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ വചന ശുശ്രൂഷ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതലെന്നും എന്നേക്കും തന്നെ ആമേൻ. കാരുണ്യവാനായ ദൈവമേ, 29 സങ്കീർത്തനത്തിലൂടെയും 30 സങ്കീർത്തനത്തിലൂടെയും 31 സങ്കീർത്തനത്തിലൂടെയും അവിടുത്തെ ആത്മാവിലൂടെ ഞങ്ങളെ നയിച്ച കർത്താവെ, 29 സങ്കീർത്തനത്തിന്റെ ആരംഭത്തിൽ കർത്താവെ, അങ്ങേക്ക് സ്തുതി കരയേറ്റേണ്ടതിന്റെ, അങ്ങേക്ക് മഹത്വം അർപ്പിക്കേണ്ടതിന്റെ, കൃതജ്ഞതയോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ വരേണ്ടതിന്റെ ആവശ്യകതയെ അങ്ങ് വെളിപ്പെടുത്തിയല്ലോ. ഇല്ലെങ്കിൽ അത് വലിയ തകർച്ചയിലേക്കും നമ്മുടെ നിരൂപണങ്ങളെല്ലാം വ്യർത്ഥമായി തീരുന്ന, അതായത് പദ്ധതികളെല്ലാം തകർന്നു പോകുന്ന അവസ്ഥയിലേക്കും സാത്താൻ പ്രവേശിക്കുന്ന അവസ്ഥയിലേക്കും ഒക്കെ മാറ്റപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അവിടുന്ന് വെളിപ്പെടുത്തിയല്ലോ. അതുകൊണ്ട് ദൈവമേ, ഒരു ചെടി സൂര്യന് അഭിമുഖമായി വളരുന്നത് പോലെ ഞങ്ങളുടെ പിതാവായ കർത്താവെ, അങ്ങേക്ക് അഭിമുഖമായി പ്രാർത്ഥനയോടും അങ്ങയെ മഹത്വപ്പെടുത്തുന്ന സ്തുതികളോടും സ്തോത്രങ്ങളോടും ആരാധനകളോടും ചേർന്ന് ജീവിക്കാനും, അങ്ങനെ ഒരു ചെടി വളർന്ന് ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ സൂര്യന് അഭിമുഖമായി വളരുന്ന ഒരു ചെടിയെ പോലെ ദൈവമേ, ആരാധനകളിൽ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയോടൊക്കെ ചേർന്ന് നിന്ന് അങ്ങയെ ആരാധിച്ച് നന്നായിട്ട് വളർന്ന് ഫലം പുറപ്പെടുവിക്കാൻ 30, 60, 100 മേനിയായി ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പിന്നീട് അങ്ങയുടെ ശബ്ദത്തിന്റെ മാഹാത്മ്യത്തെ അവിടുന്ന് വെളിപ്പെടുത്തി. ദൈവമേ, സീനായ് മലയിൽ അങ്ങയുടെ ശബ്ദം കേട്ടപ്പോൾ ജനം ഇനി ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറയത്തക്ക വിധം അത്രമേൽ പ്രാഗൽഭ്യമുള്ള ആ ശബ്ദം ദൈവമേ പിന്നീട് യേശുവിലൂടെ ഞങ്ങൾ കണ്ടു. പിന്നീട് വചനമായി ഇന്ന് ഞങ്ങളുടെ കൈകളിൽ ആ ശബ്ദമുണ്ടല്ലോ. ദൈവമേ, ആ ശബ്ദത്തിന് വേണ്ട വില കൊടുക്കാനും, ആ ശബ്ദം കേട്ട് സമാധാനത്തിലായിരിക്കുവാനും, ആ ശബ്ദം കേട്ട് സൗഖ്യം പ്രാപിക്കുവാനും, ആ ശബ്ദം കേട്ട് സ്വർഗത്തിലേക്കുള്ള വഴി കണ്ടെത്തുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. 30 സങ്കീർത്തനത്തിലൂടെയും 31 സങ്കീർത്തനത്തിലൂടെയും വലിയ പ്രത്യാശ ഞങ്ങൾക്ക് അവിടുന്ന് നൽകിയല്ലോ. നീ ഞങ്ങളുടെ വിലാപത്തെ അവിടുന്ന് ആനന്ദ നൃത്തമാക്കി തീർത്തുവെന്നും ഞങ്ങളുടെ രട്ട് അഴിച്ച് സന്തോഷം ഞങ്ങളെ അണിയിച്ചിരിക്കുന്നുവെന്നും സങ്കീർത്തനക്കാരൻ പറയത്തക്ക വിധം ദൈവമേ, ഞങ്ങളുടെ വേദനകളിൽ, ഞങ്ങളുടെ ദുഃഖങ്ങളിൽ, ഞങ്ങളുടെ ഞെരുക്കങ്ങളിൽ, ഞങ്ങളുടെ പ്രയാസങ്ങളിൽ അവിടുന്ന് ഇറങ്ങി വന്ന് ദൈവമേ, സീനായ് മലയിൽ ഇറങ്ങി വന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് അവിടുന്ന് ഞങ്ങളെ വിടുവിച്ച് ദൈവമേ, ഞങ്ങളുടെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ കണ്ണുനീർ തുടച്ച് സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്നവരാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. അവിടുത്തെ ആത്മാവിന്റെ ചൈതന്യം കൊണ്ട് ഞങ്ങളെല്ലാവരെയും അവിടുന്ന് നിറയ്ക്കണമേ. ദൈവമേ, അവിടുത്തെ കൃപകൾ പ്രാപിക്കുവാൻ, അവിടുത്തെ ആത്മാവിൽ നിറഞ്ഞ് ദൈവമേ, അവിടുത്തെ തിരുഹിത പ്രകാരം ഈ ലോകത്ത് ജീവിക്കാൻ ഇസ്രായേൽ ജനം, പ്രത്യേകിച്ച് മോശ അങ്ങയെ മഹത്വപ്പെടുത്തിയതുപോലെ അങ്ങയെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. ഈ സന്ധ്യയിൽ നൽകിയ തിരുവചനങ്ങൾക്കായി, സാന്നിധ്യത്തിനായി ദൈവമേ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും ഈ ശുശ്രൂഷകൾ സംബന്ധിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരിൽ നല്ല അന്ധകാര ശക്തികളും യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ തിരുരക്തത്തിന്റെ തളിപ്പിനാൽ, യേശുവിന്റെ കുരിശിന്റെ അടയാളത്താൽ മാറിപ്പോകുവാനായി ദൈവമേ അങ്ങയോട് യാചിക്കുന്നു. എല്ലാ തിന്മയുടെ ബന്ധനങ്ങളും യേശുവിന്റെ മഹനീയ നാമത്തിന്റെ അനുഗ്രഹത്താൽ മാറിപ്പോകുവാൻ ഇടയായി തീരട്ടെ. എല്ലാ തകർച്ചകളും ദൈവമേ അവിടുന്ന് മാറ്റി പണിതുയർത്തണമേ. കർത്താവെ, വേദനകളും കണ്ണുനീരുകളും ദുഃഖങ്ങളും അവിടുന്ന് മാറ്റി ദൈവമേ ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, മോർഗീവർഗീയ സഹതായെ, പരിശുദ്ധനായ പരമനത്തിനുമേനി, പരിശുദ്ധനായ എൽദോമാർ ബസേലിയോസ് ബാവായെ, സകല പരിശുദ്ധന്മാരും ശുദ്ധിമതികളുമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ പൂർവികരെയും അബ്രഹാമ്യ ഭവനങ്ങളിൽ ആശ്വസിപ്പിച്ച് ദൈവമേ അവരുടെ മധ്യസ്ഥ പ്രാർത്ഥനകളാൽ ഞങ്ങളെ അവിടുന്ന് താങ്ങി വഴി നടത്തണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമമഹത്വത്തിനായിട്ട് തന്നെ ആമേൻ.